നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ നമ്മുടെ ചെറുക്കിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് വൈബിന്റെ തട്ടകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്പീക്കറുകളെ ഒന്ന് ട്യൂൺ ചെയ്യുകയായിരുന്നു ആദ്യത്തെ പരിപാടി. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണികൾ ചെയ്തുകൊണ്ട് വണ്ടിയിലെ പണിയൊക്കെ തകർത്തുമയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ തുണിയില്ലാതെ നിന്ന് പണി ചെയ്യുന്ന സച്ചു ആണ് ക്രിയേറ്റീവ് വൈബിന്റെ തലയെന്ന് പറയുന്നത്. ഈ വെറുതെ നിൽക്കുന്നവനാണ് ഗാന്ധാരയിലെ ആദി. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനാണ് ക്രിയേറ്റീവ് വൈബിലെ മെയിൻ. ഇവനാണ് മെയിൻ എന്ന് ഇവൻ തന്നെയാണ് ഗൈസ് പറയുന്നത്. രാത്രിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ വീണ്ടും പരിപാടി തുടങ്ങി. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാനൽ വർക്കാണ്. ഈ പാനൽ വർക്ക് ആണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത വർക്കാണ്. ഇത് ക്രിയേറ്റീവ് വൈബിന്റെ തലയും കൂടെ ആയപ്പോൾ എന്റെ പൊന്നെ വേറെ ലെവൽ. നമ്മളെ ചെറുക്കനിൽ ഈ സാധനം കൊണ്ട് കയറ്റിപ്പോണ്ടല്ലോ അത് വേറെ ലെവൽ ഐറ്റം. നമ്മുടെ ചെറുക്കനിൽ എന്ത് ചെയ്താലും അത് കണ്ണു വെക്കാൻ കുറെ പേരുണ്ട്. അതുകൊണ്ട് ചിത്തു മഹർഷിയുടെ നേതൃത്വത്തിൽ ആദ്യമേ തന്നെ ഹോമം അങ്ങോട്ട് നടത്തി. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ. ഉറക്കം മുഴിഞ്ഞ് കണ്ട സ്വപ്നങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതിനേക്കാൾ വലുതായിട്ടൊന്നും നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുപോലുള്ള അപ്ഡേഷൻസ് ഇനിയും തുടരും.